ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അല്ലുട്ടിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. മിഡ് ടൈം എക്സാം ആണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ തട്ടിയൊപ്പിച്ച് അവനെ പഠിപ്പിക്കുകയും റിവിഷനും ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ബാക്കി മൂപ്പര കയ്യിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് ഇതെല്ലാ ദിവസമാണ് കേട്ടോ. എക്സാമുള്ള ദിവസമല്ല, എല്ലാ ദിവസവും. ഇപ്പോൾ അവിടെ നിന്നാണെങ്കിലും വൈശാടിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞാൽ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നതാണ് മൂപ്പരുടെ ഒരു രീതി. എക്സാം ഉള്ള ദിവസം അമ്മച്ചൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം കിട്ടുക എന്നുള്ളത് ആർക്കും ഒഴിച്ചുകൂടാനാവാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ ഫൈനൽ ഇയർ എക്സാമിന് പോകുമ്പോൾ പോലും അമ്മച്ചൻ പറയും, മോളെ 2 പെൻ എടുക്കണം, 2 പെന്ന് ഒരേ കളറായിരിക്കണം തുടങ്ങിയിട്ട് ഒരുപാട് ഉപദേശങ്ങളുണ്ടാവും. എല്ലാ വർഷവും സെയിം സംഭവമാണ് കേൾക്കണമെങ്കിൽ കൂടി അത് കേൾക്കാണ്ട് പോയാൽ എന്തോ പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അല്ലുട്ടൻ വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഇപ്പം കുറച്ച് നേരത്തെയൊക്കെ റെഡിയായി നിൽക്കൂട്ടാ. ചില ദിവസം മാത്രമാണ് മൂപ്പർക്കൊരു അയക്കൊഞ്ഞ കളിയാണ്. അപ്പോൾ വണ്ടി വന്ന് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർക്കും വേണ്ടിയിട്ട്. രാവിലെ തന്നെ ചെറിയൊരു വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തുണി ഇടുന്നു, കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ തുണി എടുത്ത് വെക്കുന്നു. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം റൊട്ടീനായി മാറിയിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യാൻ, അതൊക്കെ ഉണക്കി കിട്ടാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ അല്ലേ. എന്താണ് ആ മുഖത്ത് ഇത്രമാത്രം നാണെന്നറിയോ? പല്ലില്ല, പല്ല് ഊരി വെച്ചിട്ടാ ഉള്ളത്. പല്ലൊക്കെ വെച്ചിട്ട് എടുത്താൽ പോരെ എന്നാ ചോദിക്കുന്നത് കേട്ടോ. പല്ലില്ലേലും നമ്മളെ അമ്മമ്മ സുന്ദരിനല്ലേ. ഞാൻ എൻ്റെ കോലം നോക്കിയാൽ ബസന്തി ഉറക്കത്തിന് എണീറ്റ് വന്നതാണ്. സാരല്ല, നമ്മളെല്ലാ കോലം നിങ്ങൾ കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സമയത്തൊന്നും സാധാരണയായിട്ട് ഞാൻ എണീക്കാറില്ല കേട്ടോ. അല്ലൂസൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് എണീറ്റ് വരാറ്. പക്ഷേ ഇന്ന് നേരത്തെ എണീറ്റതിന് കാരണങ്ങളുണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. എൻ്റെ ചെക്കപ്പ് ഡേ ആണ്. ആദ്യം ഞാൻ വിചാരിച്ച് മോനെയും കൊണ്ടൊക്കെ പോവാന്ന്. അപ്പം അമ്മ പറഞ്ഞു, വേണ്ട മോനെ, നീ പാല് കൊടുത്തിട്ട് പാൽ എക്സ്പ്രസ് ചെയ്തിട്ട് ഇവിടെ വെച്ചോ, എന്നിട്ട് ഞാൻ കൊടുത്തോളാം, നോക്കിക്കോളാം, നീയും വശവും കൂടെ പോയി വന്നോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലുട്ടൻ ഇതാ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്ന്. തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ അച്ഛനും മോനും നല്ല ഉറക്കമാണ് കേട്ടോ. രണ്ടും ഇതാ. ഏട്ടൻ ഈ പള്ളിയിൽ അച്ഛനെ കൂട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇങ്ങനെ തന്നെ അല്ലൂസും അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ കാശിയും കറക്റ്റ് ഇതേ പൊസിഷനിൽ കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. നിങ്ങൾ കാണാറില്ലേ? പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ലേ നോക്കുമ്പോൾ ഒരുത്തുണ്ട് മറ്റേ എന്തോ വേറെ കൂട്ട് കിടക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ടുപേരും നല്ല ഉറക്കത്തിൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ ഏട്ടൻ ഉറങ്ങുമ്പോൾ എനിക്ക് വല്ലാത്തൊരു തരം ത്വരയാണ് ഇങ്ങനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൾറെഡി ഞങ്ങൾക്ക് പോകാനുള്ള സമയമായല്ലോ. ഈ കാര്യത്തിൽ ഏട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചില ആൾക്കാരുണ്ടാവില്ലേ, ഭാര്യമാർ എടുത്തു കൊടുത്താലേ എല്ലാം ചെയ്യൂ. അതായത് അവർക്ക് വേണ്ട എല്ലാ സാധനവും ഇങ്ങനെ എടുത്ത് കൺമുമ്പിൽ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഫുഡ് അവിടെ കൊണ്ടു കൊടുക്കണം, കഴിച്ച പാത്രം എടുത്ത് കഴുകി വെക്കണം. അങ്ങനത്തെ യാതൊരുവിധ വാശികളും ഏട്ടനില്ല കേട്ടോ. ഏട്ടൻ തന്നെ ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കുന്നതും അതുപോലെ അയൺ ചെയ്യണത്, ഇനി ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുവെക്കുക, അങ്ങനെയുള്ള മിനിമം കാര്യങ്ങൾ അത് ആൺകുട്ടി പെൺകുട്ടി എന്നല്ല എല്ലാവരും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടേ. പിന്നെ ഇവിടെ നിന്നാണേ അമ്മ സമ്മതിക്കില്ല കേട്ടോ. അമ്മയ്ക്ക് തന്നെ എടുത്ത് വെക്കണം. എന്നാലും ചില സമയം ഏട്ടൻ അമ്മേനെ കണ്ണുവെട്ടിച്ച് അടുക്കളയിൽ കൊണ്ടുവെക്കും. അത് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു മെയിൽ ഈഗോ വർക്കൗട്ട് ആവാത്ത, അല്ലെങ്കിൽ അതില്ലാത്ത ഒരാളാണ് ഏട്ടൻ. അതിൽ ഞാനും പ്രൗഡാണ്. നമ്മളല്ലേ കെട്ടിയവൻ. എന്താണെന്നറിയില്ല, ഞാൻ എന്ന് വീഡിയോ എടുക്കുമ്പോഴും പൂരിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അവിടെ ദിവസം പൂരിയാണോ എന്ന്. അല്ല ഗൈസ്, ബാക്കിയുള്ള ദിവസം ഞാൻ ലോങ് വീഡിയോ എടുക്കാറില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. തുമ്പമ്മ അവിടെ കിടന്നിട്ട് കുത്തി മറിയാണ്. അമ്മച്ചന് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന ഒരാൾ തുമ്പമ്മയാണ് കേട്ടോ. അവളെപ്പോഴും ഇങ്ങനെ അമ്മച്ചൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടും അവിടുന്ന് കളിച്ചുകൊണ്ടും അവിടെ നിന്നാണ് അവളെല്ലാം അമ്മച്ചനോട് വർത്താനം പറയുന്നത് കേൾക്കണം. ഒരു ദിവസം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. വാവേനെ കുളിയൊക്കെ കഴിഞ്ഞ് വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് ഈ വാവ തന്നെ വാരി വിട്ടേ കാശി. ഓക്കെ, ഇത് ഞാൻ തന്നെ ഒന്ന് ഉറപ്പിച്ച് പറയട്ടെ. നിങ്ങളെല്ലാവരും ഉറപ്പിച്ചു, പക്ഷേ എനിക്കിപ്പോഴും പറയാൻ തുടങ്ങിയിട്ടില്ല ഞാൻ. അങ്ങനെ നമ്മുടെ കാശിക്കുട്ടന് പാലൊക്കെ കൊടുത്ത് പാല് എക്സ്പ്രസ്സൊക്കെ ചെയ്ത് വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഞാൻ പോണത് കേട്ടോ. ഞാനും വൈശാടിൻ്റെ കൂടെയാണ് പോണത്. ഞങ്ങൾ 9:30 ആകുമ്പം ഹോസ്പിറ്റലിൽ എത്താമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 10:30 വന്നിരുത്താം. എന്താണെന്നറിയില്ല, അതിലൊരു പ്രത്യേക കഴിവ് തന്നെയാണ്, പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ അത് തുമ്പമ്മ ടാറ്റയൊക്കെ പറയണത്. അതിപ്പോൾ അമ്മ ഉള്ളതുകൊണ്ടാണ് ഈ കളിയും ചിരിയൊക്കെ കേട്ടോ. ഇല്ലെങ്കിൽ മൂപ്പത്തെയും കാര്യം ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷേ അവളെ കൊണ്ടുപോകായിരുന്നു എന്ന് പിന്നെയാണ് തോന്നിയത്. കാരണം അവളെയും കൂടി ഇന്ന് ഡോക്ടറെ കാണിക്കായിരുന്നു. ചെറുതായിട്ട് കപക്കെട്ടുണ്ട് കേട്ടോ കുട്ടിക്ക്. ഇന്ന് അതുകൊണ്ടാണ് അംഗനവാടി പോകാഞ്ഞത്. മാത്രമല്ല ഞങ്ങൾ ഇനി അവിടെ ആക്കിയിട്ട് പോകാനുള്ള, ഇനിയും ലേറ്റ് ആയി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് ലീവാക്കേണ്ടി വന്ന്. KMCTയിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഷ്ടി അത്രയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഏട്ടനും കൂടെ അവിടേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. സംഭവം ഞങ്ങൾ ഭയങ്കര പ്ലാനൊക്കെ ആയിരുന്നു. ആദ്യം തന്നെ വേഗം പോയി OP ഷീറ്റ് എടുത്ത് ഡോക്ടറെ കാണിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരണം എന്നൊക്കെയുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനല്ല, നമ്മളായി പോയില്ലേ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് പാർക്കിംഗ് ആണ് കേട്ടോ. അതൊരു 1.5 ടാസ്ക്കാണ്. അപ്പോൾ ഏട്ടൻ എവിടെയും കൊണ്ടേ പാർക്ക് ചെയ്ത് വരാറിന് ഞാൻ വേഗം OP ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഇവിടെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത നോസ്റ്റുമാണ്. തുമ്പീനെ പ്രസവിച്ചത് ഇവിടെ നിന്നും ഇതിൻ്റെ പുതിയ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ കാശീനെ പ്രസവിച്ചത്. സോ അറിയാലോ. പിന്നെ അങ്ങനെ നസീമ ഡോക്ടറിൻ്റെ അടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ എപ്പോഴും വാതോരാതെ പറയാറുണ്ട് ഡോക്ടറെ കാര്യം. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ക്യാമറേൻ്റെ മുമ്പിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നസീമ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഒരാൾ കാരണമാണ് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ പ്രഗ്നൻസി ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അത്രയും ഹൈ ഷുഗർ, ഹൈ ഇൻസുലിൻ ഡോസ്, അതിൻ്റെ കൂടെ മെഡിസിൻസും ഒക്കെ
ഒക്കെ ഉണ്ടായിട്ടും എൻ്റെ ഡെലിവറി എനിക്ക് അത്രയും സ്മൂത്തായിട്ട് എനിക്ക് എൻ്റെ ബേബീനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് ഡോക്ടർ കാരണമാണ്. സോ താങ്ക് യു സോ മച്ച്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഡോക്ടറും ഡോക്ടറുടെ ടീമും ഒക്കെ. ഇതിൽ ഇനിയും ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അഡ്മിറ്റായ സമയത്തൊക്കെ വേറെയും ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ച് നമ്മളിതാ പുറത്തേക്ക് വന്നു. ഏട്ടൻ വണ്ടി എടുത്ത് അപ്പുറത്തൂടെ വരാം, എന്നോട് മരുന്ന് വാങ്ങിച്ച് പുറത്തേക്ക് നിന്നോളാൻ പറഞ്ഞു. മരുന്നൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് നിന്നപ്പോഴത്തേക്കും ഒരു 1.5 വെയിലായിരുന്നേ. മഴക്കാലമാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള വെയിൽ. കാരണം ഞാൻ ഇന്ന് പുറത്തിറങ്ങി എന്നുള്ളത് മനസ്സിലായിണ്ടാവും. അതുകൊണ്ടേക്കും ഇജാതി വെയിൽ. കുറേ നേരം കാത്തുനിപ്പിൻ്റെ ഒടുവിൽ എൻ്റെ കെട്ടിയോൻ വന്നു ഗൈസ്. എവിടെയോ ഉദാമിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചതായിരുന്നു തോന്നും. അങ്ങനെ ഏട്ടൻ വന്നു. പിന്നെ എന്നെ കാട്ടിനുള്ളിൽ കൊണ്ടുപോയി വീണ്ടും പാർക്ക് ചെയ്തിട്ടു എന്ന് ഞാൻ വെറുതെ പറയുന്നതാണ്. മുമ്പിൽ മാത്രമേ കാടുള്ളൂ, ഇപ്പുറത്തൊക്കെ കണ്ടോ എന്തൊക്കെയോ ഉണ്ട്. കെട്ടാങ്ങൽ സിറ്റീൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. കൊണ്ടുപോയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അവിടെ നിർത്തിയിട്ടത് എന്തിനാണെന്നറിയാം, ഏട്ടൻ ചിക്കൻ വാങ്ങാൻ പോയതാണ് ഗൈസ്. ഇന്ന് വീട്ടിൽ നെയ്ച്ചോറും കോഴിയുമാണ്. അമ്മമ്മ നെയ്ച്ചോറുണ്ടാക്കി കോഴി ഇപ്പോൾ വരും എന്ന് വെച്ച് നിൽക്കുകയാണ് കേട്ടോ. ഏട്ടനല്ല ഞാൻ കോഴിയെന്ന് ഉദ്ദേശിച്ചത്, ചിക്കനാണ്. ഓക്കെ, ഏട്ടനൊരു കോഴിയാണ്, എന്നാലും ചിക്കനാണ് ഉദ്ദേശിച്ചത്. ഈശ്വര, ഏട്ടൻ ഈ വ്ളോഗ് കണ്ട് എന്നെ ചെറിയാക്കും. ഇപ്പോൾ കോഴിയൊന്നുമല്ല, ഇപ്പോൾ പാവം, ഇപ്പോൾ കൂട്ടിലിട്ട കോഴിയാണ്. പണ്ടൊരു കോഴിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ആവട്ടെ, പണ്ടത്തെ കോഴിത്തരം പറഞ്ഞിട്ട് നമുക്ക് ഈ പടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, കെട്ടിപ്പോയില്ലേ. അയ്യോ ഏട്ടാ ഇതൊന്നും കാണില്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് വീട് എത്താൻ ഇത്തിരി ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. മര്യാദയ്ക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. അന്നേരം എനിക്ക് ചായ കുടിക്കാൻ വല്ലാത്തൊരാഗ്രഹം. അങ്ങനെ ഞങ്ങളിവിടെ കയറി നോക്കുമ്പോൾ അവിടെ ചായ ഇല്ല. പിന്നെ നമ്മൾ വേറെന്തോന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കറണ്ടില്ല. എന്തൊക്കെയാണ് ഇവിടെ. അവസാനം ഉള്ളത് കുടിച്ച് ഞങ്ങൾ പോരാൻ വിചാരിച്ചു. പക്ഷേ വാങ്ങിയ സാധനം കുടിക്കാനും പറ്റിയില്ല. എനിക്കെന്തോ മധുരം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് തുമ്പിക്കോ അല്ലൂസിനും മിഠായും വാങ്ങിച്ച് നമ്മൾ തിരിച്ചതാ പോവുകയാണ്. എന്തിനോ വെറുതെ പൈസ കളയാൻ വേണ്ടി കയറിയ പോലെ. ചില സമയം അങ്ങനെയാണല്ലേ, അനുഭവങ്ങളിലൂടെ പഠിക്കും വിചാരിക്കും. പക്ഷെ എന്നാലും ഞാൻ പഠിക്കില്ല. അടുത്ത പ്രാവശ്യം ഇതൊക്കെ തന്നെ ആയിരിക്കും റിപ്പീറ്റ് അടിച്ച് വരാം. കണ്ടോ ഇവിടെ ഇതാ കാറിൽ എന്തൊക്കെയോ ഏട്ടനൊക്കെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേ ഞങ്ങൾ ചെന്നപ്പത്തി തുമ്പമ്മയുടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ നിറച്ച് എന്തോ ഒരു സാധനം, എന്താണെന്ന് പറയുക, അല്ലൂസിൻ്റെ കളർ പെന്നിൻ്റെ എല്ലാത്തിൻ്റെയും മൂടി കൊണ്ടുവന്നിട്ട് കയ്യിലിട്ടിട്ട് നഖം നെയിൽ പോളിഷ് ഇട്ടതാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എൻ്റെ കുട്ടി. അപ്പം അമ്മമ്മ പറയാം, കണ്ടോ അതാ ഓളെല്ലാം എടുത്തിട്ടുണ്ടെന്നുണ്ട്. അമ്മമ്മ വന്ന് പറയാൻ നിൽക്കുകയാണ് കേട്ടോ. വൈശാഖേട്ടൻ നേരെ വീട്ടിലേക്ക് പോയി. കാരണം അമ്മേനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനവിടെ ഒറ്റയ്ക്ക്. അപ്പോൾ അച്ഛൻ്റെ അവസ്ഥകൾ എന്താണെന്നൊക്കെ പോയി നോക്കണ്ടേ. അപ്പോൾ ഏട്ടൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. തുമ്പമ്മയും മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കുറേ കഥ പറച്ചിലാണ്. ഞങ്ങൾ പോയതിന് ശേഷം എന്തൊക്കെ ചെയ്തു, ഓളെന്തൊക്കെ പണി ഒപ്പിച്ചു എന്നുള്ളതൊക്കെ അറിയണമല്ലോ. തിരിച്ച് റൂമെത്തിയപ്പോഴത്തേക്ക് അമ്മ റീനമ്മേൻ്റെ സേവനമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റും എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തതാണേ. പിന്നെ നമ്മൾ കുഞ്ഞാവേൻ്റെ അടുത്ത് പോയി. വീണ്ടും ആവ വന്നല്ലോ, നമ്മുടെ കാസിക്കുട്ടൻ, തുമ്പീൻ്റെ കാസിക്കുട്ടൻ്റെ അടുത്ത് പോയി. പിന്നെ അവനെ ഒന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. വൈശാഖേട്ടൻ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു. ബിക്കോസ് എനിക്ക് ഗ്യാസ് കയറിയ കുട്ടിക്ക് ഗ്യാസ് കയറുന്നൊക്കെ പറഞ്ഞ അമ്മമ്മേനെ പേടിപ്പിച്ച് ഞാൻ വേഗം പോയി കഴിച്ചു കേട്ടോ. ആര് തന്നിക്കുക? നല്ലൊരു മോളെ. എന്നെ വേണ്ടാന്ന് പറഞ്ഞല്ലേ, നീ പോയിക്കോ. എന്ത് അമ്മ പറഞ്ഞ കുറ്റങ്ങളൊക്കെ എനിക്ക് കിട്ടി പറയും. കുറ്റങ്ങളോ? ഞാൻ എന്താ എന്നെ കുറ്റം പറഞ്ഞേ? ചീത്ത പറഞ്ഞില്ലേ? എപ്പോ? ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു ഞാന്? എന്നെ വേണ്ട പറഞ്ഞു. അതെന്തുകൊണ്ടാ? നിനക്ക് അമ്മേനെ കാണണ്ട, അമ്മേനെ കാണാഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ലീനമ്മേന്റെ കൂടെ പത്തനംതിട്ടയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടല്ലേ? അമ്മ എന്നിട്ട് അവിടെ ഡെമോ ഇട്ട് കൊടുക്കുന്നു. അന്നെ വേണ്ട പറഞ്ഞില്ലേ, പിന്നെന്തിനാ ഞാൻ പറയുന്നത്? ഈ പറയ ആര മോളാ? അമ്മ പറഞ്ഞോടുക്കല്ലേ? വേണ്ട. എന്താ എന്നോട് പറഞ്ഞത്? എന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഞാൻ ഒട്ടി ഉറങ്ങുക. എന്നെ വേണ്ട പറഞ്ഞില്ല. അതെന്താ ആൺകുട്ടറൊന്നുമില്ലേ? നോക്കണമെങ്കിൽ ഞാൻ വേണ്ടിയിരുന്നു. ഏടെ വരും എന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂലേ? നീ കല്യാണം കഴിക്കുന്നില്ലേ? അമ്മേനെ ഞാൻ നോക്കും. എങ്ങനെയാ നോക്കാന്ന് കാണിച്ചിട്ടുണ്ടോ തുമ്പി? അമ്മ പറഞ്ഞിട്ട് എങ്ങനെ? അതെ, എന്നെ നോക്കുന്ന പോലെ എന്റെ ഭർത്താവിനെ നോക്കാനാ ഞാൻ പോവുക. ബൈ. ഡ്രസ്സൊക്കെ വാങ്ങിട്ട് വരും.
എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിനോദം എന്താ അറിയോ, ഇവിടെ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുക. കാരണം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അവളടുത്ത് നിന്ന് റിപ്ലൈ കിട്ടും. ആ കാര്യത്തിൽ ഓളിൻ്റെ മോൾ തന്നെയാണ്. ഓളോട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം റിപ്ലൈ പ്രതീക്ഷിക്കുക. അല്ല അല്ലൂസൊക്കെ ആണെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചേ ഉത്തരം പറയുള്ളൂ. അല്ലെങ്കിൽ ഓന് പേടിയാണ്, ലൈക്ക് അടി കിട്ടുന്നത് പേടിയാണ്, ചീത്ത കേൾക്കുന്നത് പേടിയാണ്, ഭയങ്കര ഇമോഷണലാണ്. ഞാൻ ചീത്ത പറഞ്ഞാലൊക്കെ ഓൻ കുറച്ച് നേരം കരയും. എന്നെക്കാളും കൂടുതൽ ഏട്ടൻ ചീത്ത പറയുമോ അല്ലെങ്കിൽ ഒന്ന് കണ്ണുരുട്ടി നോക്കുകയോ ചെയ്തിട്ട് ഓന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പക്ഷേ തുമ്പി അങ്ങനെയല്ല ഗൈസ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നോക്കോ ഒന്നൊരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചീത്ത പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക തരം ഐറ്റമാണിത്. അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ട് തുമ്പിയെ. തുമ്പിക്ക് അറിയുന്നൊരു പാട്ട് പാടി കൊടുക്ക്. എന്താ മോളെ ഈ പാടുന്നത്? എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, തുമ്പീന്റെ ഭർത്താവ് എവിടെ പോയി? ഇപ്പൊ ഭർത്താവിന്റെ ഒരു വിശേഷവും പറയല്ലല്ലോന്ന്. ആ പുറത്തുണ്ട് ഗൈസ് ഭർത്താവ്. എവിടെയാണ്? പുറത്ത് എവിടെയുള്ളത്? അത് ഇന്റെ ഭർത്താവല്ലേ? പുറത്ത് വണ്ടി ശരിയാക്കുന്ന വൈശാഖ്, അത് എന്റെ ഭർത്താവ്. ഞാൻ ചോദിക്കുന്ന നിന്റെ ഭർത്താവ്. നീ ആദ്യം ഒരു സ്ഥിരതയിലെത്തണം. നീ അല്ല എന്നാൾ പറഞ്ഞത് നിന്റെ ഭർത്താവ് ജോലിയാണെന്ന്. അതല്ല, ഭർത്താവിന്റെ പേര് ജോലി, ഓന് പണിയൊന്നുമില്ല നീയല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭർത്താവിനെ എടുക്കണേ? എന്റെ ഭർത്താവിനെ കുറിച്ചെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. ആയിക്കോട്ടെ, എന്റെ ഭർത്താവിനോട് എന്തിനാ ഈ എടുക്കണേ? എന്റെ ഭർത്താവ് എന്റെ മാത്രം ഭർത്താവ്. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച എന്റെ ഭർത്താവ്. നീ ഇങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട് നോക്ക്. ഞാനേ ഉത്സവത്തിന് പോയി കണ്ടുപിടിച്ചതാ. അമ്മന്റെ ഭർത്താവിന് തന്നില്ലല്ലോ, അതോടെ നോക്ക്, ഉത്സവപ്പറമ്പിൽ പോയി ഞാൻ കണ്ടുപിടിച്ചതാണ് ആ ഭർത്താവിനെ. നീയോ വെറുതെ വീട്ടിൽ കുത്തുന്നിട്ട് എന്റെ ഭർത്താവിനെ എടുക്കുന്നോ? കള്ളപ്പെടുക വേണ്ടട്ടോ. വൈശാഖേട്ടാ ഒന്നിങ്ങോട്ട് വരൂ. വൈശാഖേട്ടാ ഒന്നിങ്ങോട്ട് വരൂ. ഇതാ അവിടെ. ഒന്ന് വേഗം വാ വൈശാഖേട്ടാ, അങ്ങോട്ട് വാ. വേഗം വാ. അങ്ങോട്ട് വരേ, എന്റെ അടുത്തേക്ക് വരാൻ. ആ എനിക്കൊരു ഉമ്മ ഉണ്ടോ വൈശാഖേട്ടാ? ആഹാ, എന്റെ ഭർത്താവിനെ. അതെന്തിരാ? അല്ല, ഓളെ ഭർത്താവാണോ നിങ്ങള്? ആ ഞാനേ വെറുതെ ആണെങ്കിലും മറ്റേ ഉത്സവപ്പറമ്പ് പോയി കണ്ടുപിടിച്ചതാ. ഈ വെറുതെ വീട്ടിൽ കുത്തിരിക്കുക, മനസ്സിലായോ? ക്യാമറ മാറ്റിയിട്ട് എന്തോ പറയാണ്ട്? ഉമ്മ തരാനാണോ ചേട്ടാ? എന്നാ ക്യാമറ മാറ്റാം. ഞങ്ങളവിടെ കത്തിയടിച്ചിരിക്കുക കേട്ടോ. ഇടയ്ക്ക് ഏട്ടൻ വരും, ഒന്ന് പ്രസൻറ്റ് പറയും, പിന്നെ അങ്ങനെ പോകട്ടോ. കാറിൽ എന്തോ പരിപാടി എടുക്കുകയാണ് അവിടെ. കുറച്ച് കഴിയുമ്പോഴത്തെ ഞാനവിടെ കിടന്ന് എണീറ്റപ്പോൾ എൻ്റെ കോലം എങ്ങനെയാണ്. ഞാൻ ഒച്ചയൊക്കെ ഇട്ട് പോയി നോക്കുമ്പോണ്ട് അല്ലുട്ടൻ വന്നിട്ട്. അല്ലുട്ടനുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ ഡിഫറൻസ് അത് തന്നെയാൽ. കാറിന് എന്തെങ്കിലും ചെയ്യുന്നത്, ടയർ, അലോയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആവും അതൊക്കെ അറിയാനും ഒക്കെ. കുറേ കാറിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും, അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ. നല്ലല്ലോ, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ചെക്കന് കാറിനെ പറ്റിയൊക്കെ നല്ലൊരു ധാരണ ഉണ്ട് കേട്ടോ. ഇവനത് സ്ഥിരം പരിപാടിയായിട്ട് കേട്ടോ. വന്ന പാടും എന്തെങ്കിലും ഒരു കള്ളത്തരം പറയും. എന്നിട്ട് അത് സത്യമാക്കും. അതായത് ഞാൻ ഫുഡ് കഴിച്ചില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സ് എടുത്ത് നോക്കണം. അപ്പോൾ അവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ലേ, അത്. ഇന്ന് മൂപ്പര് വന്നപ്പം ഇറക്കിയ ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ബോർഡ് എടുക്കാൻ മറന്നുപോയിന്ന്. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാരണം എപ്പോഴും ഈ പുലി വരുന്നുണ്ടേ എന്ന് പറയില്ലേ, അത് കൂട്ടാന്ന് വിചാരിച്ചു. സത്യമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. എക്സാം ബോർഡ് മാം അവിടെ വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറയുന്ന തിരക്കില്ല. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
സ്കൂളിൽ നടന്ന കാര്യങ്ങൾ A to Z കാര്യങ്ങൾ പറയും. ഒരിച്ചിരി ഒന്ന് തള്ളു കേട്ടോ. ആ തള്ളും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എടുക്കണം. അതായത് ഒരു 50 പറയണ ഒരു 30 വിശ്വസിച്ചത് ബാക്കി 20 തള്ളായിരിക്കും. എന്തായാലും അങ്ങനെ വന്ന് പറയും. അത് കേട്ടിരിക്കണം നമ്മൾ കേട്ടോ. അത് കേൾക്കാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. അവൻ എന്നെ എങ്ങനെ ചെയ്തു അമ്മ, ഇവൻ എന്നെ ഇങ്ങനെ ചെയ്തു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. മാമിൻ്റെ അടുത്തൊന്നും പറയില്ല എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പിന്നെ കഴിച്ച സാധനം, കുടിച്ച വെള്ളം തുടങ്ങിയിട്ട് സകലതും കാണിച്ച് ബാഗിലുള്ള എല്ലാം പുറത്തെടുത്തിട്ട് കാണിച്ച് ഹോംവർക്കും കാണിച്ച് തന്നിട്ടേ മൂപ്പർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തായാലും കുറച്ചൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ബാക്കി റൂമിൽ നിന്നാണ് കേട്ടോ. ആ, അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കിൽ അത്ഭുതവിളക്ക് ഇവിടെ വന്നിട്ടും കൂടെ നോക്കൂ ഗൈസ്. ഇത് ഇങ്ങനെ തന്നെയാണോ? എന്താ ഇത്? ഇന്ത്യ അടുത്തതായി വിക്ഷേപിക്കാൻ പോകുന്ന മറ്റേ സാധനം. നമുക്ക് അടുത്തതും ഞാനും കാശിക്കൊണ്ടൊന്നും തട്ടിട്ടല്ലേ നല്ല കഥയായി. ഇത് നോക്കൂ ഗൈസ്. ഇന്ത്യ അടുത്തതായിട്ട് വിക്ഷേപിക്കാൻ വെച്ച മറ്റേ പീരങ്കി പോലെ നിൽക്കും. എവിടെ ബൈ ദ ബൈ ഞങ്ങളെല്ലാവരും കൂടെ കുറ്റിയും പറിച്ച് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വല്ലറിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈറ്റിങ്ങൾക്ക് എപ്പോഴും ജ്വല്ലറി പോക്ക് തന്നെയാണോ പരിപാടി? അങ്ങനെയല്ല ഗൈസ്. ഇന്നാൾ പോയപ്പം ഇവന് കൊടുത്ത കുറച്ച് മോഡൽസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവരത് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടു. അങ്ങനെ ഇന്ന് പോയി വാങ്ങിക്കണം. ഓക്കെ, അതിന് വേണ്ടി പോവുകയാണേ. അപ്പോൾ തുമ്പി, അല്ലൂസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു നമ്മൾ. അമ്മമ്മ, ഞാൻ, വൈശാട്ടൻ ഇത്രയും പേരാണ് പോകുന്നത്. അമ്മച്ചൻ പറഞ്ഞു ഇച്ചിരി അടുത്തേക്കാണ്, അപ്പോൾ അധികം ദൂരമില്ല, അപ്പോൾ വേഗം പോയി വരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചൻ പോകുന്നില്ല കേട്ടോ. അമ്മച്ചൻ വയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എല്ലാവരും കൂടെ ജ്വല്ലറിക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ അനുപ്രിയ എന്ന് പറഞ്ഞൊരു നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കുട്ടി വന്നത്. അതുപോലെ തന്നെ ഒരു സംഭവം ഇപ്രാവശ്യം ഉണ്ടായി. നമ്മളിതാ വണ്ടി എടുത്തിങ്ങോട്ട് ഇറങ്ങലും ഈ ആൻറ്റി വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര അയ്യോ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം നേരം വൈകിയാണ് നമ്മൾ പോണത്. പിന്നെ ആൻറ്റി എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയാണ് ആളുടെ മോള് പഠിക്കുന്നത്. അപ്പോൾ മോളുടെ കൂടെ പിന്നെ അവിടെയാണ് താമസം. അങ്ങനെ ആൻറ്റി ഇവിടെ വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു ദിവസം ആൻറ്റി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജയ എന്നാണ് ആൻറ്റിയുടെ പേര്. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻറ്റി. മക്കൾക്ക് ലഡുവും മിഠായും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മക്കൾ വരാനുള്ളൊരു ടൈം നോക്കി വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ സങ്കടമായോ, തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരു സമയമായി പോയല്ലോ. ഇനി ഒരു ദിവസം എന്തായാലും ആൻറ്റി വരണം. അങ്ങനെ നമ്മളിതാ ജ്വല്ലറിയിലെത്തി. അപ്പോൾ അമ്മമ്മ നമ്മൾ വാങ്ങിച്ച ഗോൾഡൊന്നും അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടു. ഈ ആൺകുട്ടികൾക്കുണ്ടല്ലോ മറ്റേ തണ്ട വാങ്ങിക്കുമല്ലോ നമ്മൾ കാലിലിടണേ, അതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേ ഇവർ കാലിട്ട് അടിച്ച് പൊട്ടും. അപ്പോൾ അല്ലൂസിൻ്റെ ഒക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ അവൻ്റെ 2 വട്ടം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു. അതന്നെ അത് നല്ല കട്ടിയിൽ ഉണ്ടാക്കിച്ചിട്ട് പോലും അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കാശിക്ക് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെയിന് പോലത്തെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബോയ്സിൻ്റെ തണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ദിവസം വരേണ്ടി വന്നത് കേട്ടോ. വന്നത് ലാഭമായി. നമ്മൾ ബുക്ക് ചെയ്തിട്ട ദിവസത്തിനേക്കാൾ കുറവായിരുന്നു ഇന്നത്തെ ഗോൾഡ് റേറ്റ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റേറ്റിനാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചത്. ഇതാണ് കുട്ടേട്ടൻ, അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പണ്ട് തൊട്ടേ ഇപ്പം എൻ്റെ കല്യാണത്തിൻ്റെ ഗോൾഡ് തൊട്ടിട്ട് കുറേ സംഭവങ്ങൾ നമ്മൾ ഇവിടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അല്ലൂസിനുള്ളത്, തുമ്പിക്കുള്ളത് ഒക്കെ ഇവിടെ നാട്ടിൽ എടുത്തിട്ടുള്ളത്. സോ മുക്കത്തുള്ള ഗൾഫ് ഗോൾഡ് നമ്മൾ എപ്പോഴും വരുന്നതാണ്. കുട്ടേട്ടനായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് നമ്മൾ പണ്ട് തൊട്ടിട്ടേ അച്ഛനുള്ളപ്പോൾ തൊട്ടേ ഇവിടെ തന്നെയാണ് വരാറ്. ഇവിടെ എത്തിയപ്പോഴത്തെ തുമ്പി ഇവിടെ എത്തിയപ്പോൾ നല്ല ഓൾ വണ്ടി കയറി അപ്പോൾ ഉറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഉറക്കത്തിലാണ് കുട്ടി. അങ്ങനെ വൈശാഖേട്ടൻ അവിടെ ലോക്കായി 2 പേരുടെ ഇടയിൽ. കുട്ടി ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുട്ടേട്ടനോട് യാത്ര വന്നു. കുട്ടേട്ടന് അമ്മമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെച്ചാൽ അച്ഛൻ്റെ ഫ്രണ്ടായിരിക്കും. ആ ഒരു സമയം തൊട്ടിട്ടേ വയനാട്ടിൽ പോവും. പിന്നെ കുട്ടേട്ടൻ വൈഫിനെ കൂട്ടിയിട്ട് വയനാട്ടിൽ പോയിട്ട്. സോ അമ്മമ്മയ്ക്കൊക്കെ പേഴ്സണലി എത്ര അറിയുന്ന ആളായതുകൊണ്ട് തന്നെ അവർ കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഭാവിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവിടെ പോപ്പീസ് പോയി നോക്കി. അവിടെ ഒരു കളക്ഷനും ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല. എനിക്ക് മുക്കത്ത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെ കെട്ടാങ്കലെത്തി. കെട്ടാങ്കൽ അരീക്കര അവിടെ പോയിട്ടോ. ഇടയ്ക്ക് വെള്ളി വീഴും ഗൈസ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് എന്നല്ല, നമ്മൾ റീനമ്മയ്ക്ക്, ഉഷമ്മയ്ക്ക്, പാച്ചുവച്ചന്, ഉണ്ണിയച്ഛനൊക്കെ ഡ്രസ്സ് എടുത്തു. നമ്മൾ കോംബോ ആയിട്ട് വേറെ തന്നെ സെറ്റാക്കിയതാണ് കേട്ടോ. എന്തിന്? ഭാവേൻ്റെ നൂലുകെട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പിന്നെ ഇളയമ്മയ്ക്ക്, അങ്ങനെ അമ്മമ്മയ്ക്ക്, അമ്മച്ചന്, അങ്ങനെ ഇവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കയറിയതായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചതാട്ടോ, അമ്മ അർജൻറ്റായിട്ടൊന്നും ഇങ്ങോട്ട് വരണമെന്ന്. അമ്മ ഇന്നില്ല ദൃശ്യ, നാളെ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അർജൻറ്റായിട്ട് തന്നെ വരണമെന്ന്. കാരണം അച്ഛൻ അങ്ങനെ റെഡിമെയ്ഡ് ഷർട്ട് എടുക്കാറില്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് എടുത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ മാറ്റണമല്ലോ, ഇനി സമയമല്ലല്ലോ, ഞായറാഴ്ചയാണല്ലോ പരിപാടി. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് വരച്ചതാണ്. പക്ഷേ അച്ഛന് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുതൽ റെഡിമെയ്ഡ് വാങ്ങിച്ചത്, തുണി വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് നേരം ഇരുന്ന് തിരിച്ചു പോവുകയാണ്. കാരണം അച്ഛൻ അവിടെ
ഒറ്റയ്ക്കാണുള്ളത്. ഇളയമയുടെ വീട്ടിൽ പോയതാണ് 2-3 ദിവസത്തേക്ക്. ചെറിയമ്മയും ചെറിയച്ഛനാണ് ഉള്ളത്. അവരെ അവിടെ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഞാനും അല്ലൂട്ടനും നമ്മൾ യുദ്ധമാണ്. പക്ഷേ മലയാളം എക്സാം ആയതുകൊണ്ട് വലിയ യുദ്ധം വേണ്ടി വന്നില്ല. അല്ലൂരും മലയാളം ഭയങ്കര സെറ്റാണ് കേട്ടോ, ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോഴേ ഇവിടെ ഒരാൾ കുത്തിരുന്ന് നിൻ്റെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് നോക്കുന്നു. ഇനി നൂലുകെട്ടുന്ന സമയത്തേക്ക് മേക്കപ്പ് ഇടാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടോ എന്തോ. എന്തായാലും കിട്ടിയ പോർഷൻ നമ്മൾ എടുക്കാതിരിക്കുമല്ലോ. അപ്പോൾ വേഗം വീഡിയോ എടുത്തിട്ടോ ഞാൻ. പിന്നെ ഇവർ രണ്ടുപേരും രാത്രിയായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറച്ചിലും നോക്കലും ചിരിക്കലും ഒക്കെ ആയിട്ട് ഓരങ്ങനെ അവരുടേതായ ലോകത്തങ്ങ് ജീവിക്കുക ചെയ്യുക. കാരണം രാത്രിയാകുമ്പോൾ ഈ ചങ്ങായി കണ്ണുറന്ന് നിൽക്കും, ആരുമ്പളെ കാശിക്കുട്ടെ. അപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട് ഏട്ടനും കണ്ണുറന്നിരിക്കും. പിന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ പാൽ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഏട്ടൻ ഉറങ്ങും, പിന്നെ ഏട്ടൻ കണ്ണുറന്നിരിക്കും. അങ്ങനെ പക്ഷെ ഫുൾ ടൈം ഉറക്കൊന്നുമില്ല കേട്ടോ, അവൻ രാത്രി ഉറങ്ങാറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കാശിക്കുട്ടിന് പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ അയ്യോ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ കയ്യെങ്കിലും കാണിച്ചാൽ വിചാരിച്ച്. പിന്നെ അമ്മ തുണിയൊക്കെ മടക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ പോയി ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.